and welcome back to our channel. So നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 21 ദിവസത്തെ സ്കിൻ വൈറ്റനിങ് ചാലഞ്ചിന്റെ എട്ടാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് പാക്ക് ആണ്. ഈ ഫേസ് പാക്ക് ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ്. അതുപോലെ തന്നെ ഈ ഫേസ് പാക്ക് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മുടെ മുഖം വെളുപ്പിക്കാനും നന്നായിട്ട് ഗ്ലോയിങ് ആകാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇന്ന് ആരെങ്കിലും പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഇതുവരെ എൻ്റെ ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ റൈറ്റ് സൈഡ് വന്നിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആവും. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെലൈക്കൺ കൂടെ വരും, അതിനെയും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിൽ ഏത് വീഡിയോ പോസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടതാണ് ഒരു കുഞ്ഞ് പീസ് ബീട്രൂട്ട്, പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു കുഞ്ഞ് പീസ് ഉരുളൻകിഴങ്ങ്, അടുത്ത് നമുക്ക് വേണ്ടതാണ് ഒരു കുഞ്ഞ് പീസ് കപ്പയ്ക്ക, അടുത്ത് നമുക്ക് വേണ്ടതാണ് ഒരു കുഞ്ഞ് പീസ് തക്കാളി, അതേപോലെ തന്നെ ഒരു കുഞ്ഞ് പീസ് നാരങ്ങയും. ഇതിനെല്ലാം കൂടെ നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളെ പാക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, വെള്ളമൊന്നും ഒഴിക്കാതെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇതേപോലെ തേച്ച് കൊടുക്കാം നിങ്ങളുടെ മുഖത്ത്, അല്ലെങ്കിൽ നമ്മൾ കടലമാവും ഗോതമ്പ് മാവും കൂടെ ഇട്ട് തേക്കാം. അപ്പോൾ നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിനെ നമ്മളെ മുഖത്തോട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മളെ ഫേസ് പാക്ക് നമ്മളെ മുഖത്തോട്ട് നമ്മൾ തേക്കുന്നതിന് മുന്നേ ആദ്യം നമ്മളെ മുഖം നന്നായിട്ട് പച്ചവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കാം. എന്നിട്ട് നമ്മളെ ഫേസ് പാക്ക് നമുക്ക് നമ്മളെ മുഖത്തോട്ട് തേച്ച് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് വരെ വയ്ക്കാം. വച്ചിട്ട് പച്ചവെള്ളം വച്ചിട്ട് നമ്മളെ മുഖം നമ്മൾ നന്നായിട്ടൊന്ന് കഴുകാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ മുഖം ഇൻസ്റ്റൻ്റായിട്ട് വെളുക്കാനും അതേപോലെ തന്നെ നല്ലൊരു ഗ്ലോ തരാനും ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ബീട്രൂട്ട്, അതിൽ വൈറ്റമിൻ സി ഉണ്ട്. ഇത് നമ്മളെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷനൊക്കെ പോയി മുഖം വെളുപ്പിക്കാനും മുഖത്തൊരു നല്ലൊരു ഗ്ലോ തരാനും ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഇതിലടുത്ത് യൂസ് ചെയ്തിട്ടുള്ളതാണ് ഉരുളൻകിഴങ്ങ്. അത് നമ്മളെ മുഖം വെളുപ്പിക്കാനും മുഖത്തുള്ള ആക്നെ, ഡാർക്ക് സ്പോട്ട്സ്, ബ്ലെമിഷസ്, പിഗ്മെൻറ്റേഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്ത് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് പപ്പായ. അത് നമ്മളെ മുഖത്തുള്ള ആക്നെ, ഡാർക്ക് സ്പോട്ട്സ്, ബ്ലെമിഷസ്, പിഗ്മെൻറ്റേഷനൊക്കെ പോയി മുഖം വെളുപ്പിക്കാനും മുഖത്ത് നല്ലൊരു ഗ്ലോ തരാനും ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്ത് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് തക്കാളി. അത് നമ്മളെ മുഖം വെളുപ്പിക്കാനും മുഖത്തുള്ള കുഴികൾ പോയി മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻ, സൺബേൺ ഒക്കെ പോകാനും ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്ത് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് നാരങ്ങ. അതിൽ വൈറ്റമിൻ സി ഉണ്ട്. അത് നമ്മളെ മുഖം വെളുപ്പിക്കാനും മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻ, സൺബേൺ, ആക്നെ, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്ത് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് കടലമാവ്. അത് നമ്മളെ മുഖത്തുള്ള പിമ്പിൾസ്, ഓയിലൊക്കെ പോയി മുഖത്തുള്ള സൺബേൺ, ഡെഡ് സ്കിൻ സെൽസ്, ഫേഷ്യൽ ഹെയർ ഒക്കെ പോയി നമ്മളെ മുഖം നന്നിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും മുഖത്ത് നല്ലൊരു ഗ്ലോ തരാനും കടലമാവ് ഹെൽപ്പ് ചെയ്യും. അടുത്ത് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഗോതമ്പ് മാവ്. അത് നമ്മളെ മുഖം വെളുപ്പിക്കാനും മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻ പോയി ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോകാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഈ ഫേസ് പാക്ക് 30 മിനിറ്റ് വരെ നമ്മളെ മുഖത്ത് വെച്ചിട്ട് പച്ചവെള്ളം വെച്ച് നമുക്ക് മുഖം നന്നായിട്ടൊന്ന് കഴുകാം. അപ്പോൾ ഞാൻ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ മുഖം ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഫേസിൽ നല്ലൊരു ഡിഫറൻസ് കാണാൻ പറ്റും.
സോ ഗായ്സ്, ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനലിനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും, അതിനെയും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ.